നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് ഏതെടുക്കുന്നതാണ് നല്ലത്? അതായത് ബമ്പർ ടു ബമ്പർ ആണോ, ഫുൾ കവർ ആണോ, അത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നതാണോ നല്ലത്? ഒരുപാട് പേർക്ക് ഈ ഒരു സംശയമുണ്ട്. ഞാൻ കുറേ വീഡിയോസിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും പലരും ചോദിക്കുന്നൊരു സംശയമാണ് ഈ പറഞ്ഞൊരു കാര്യം. അതായത് ഇത് ചോദിച്ചിരിക്കുന്നത് രാജ് അലക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആൻഡ് ഫുൾ കവർ ഇൻഷുറൻസ്? മൈ കാർ ഇസ് വാഗണാർ. It was purchased in 2017. Can I get full insurance or bumper to bumper for my car? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനം ഏത് വർഷം വരെ ബമ്പർ ടു ബമ്പർ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പുതിയ വാഹനത്തിന് 5 വർഷം വരെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കിട്ടും. പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞാൽ കിട്ടില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബമ്പർ ടു ബമ്പർ ശരിക്കും 5 വർഷം വരെയാണ് സാധാരണ കിട്ടുന്നത്. എന്നാൽ ചില ഇൻഷുറൻസ് കമ്പനീസ് ഇതിന് 10 വർഷം വരെ കൊടുക്കാറുണ്ട്. എല്ലാം ഇൻഷുറൻസ് കമ്പനി കൊടുക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ചില ഇൻഷുറൻസ് കമ്പനി 10 വർഷം വരെ കൊടുക്കാറുണ്ട്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബമ്പർ ടു ബമ്പർ ഏത് കാലഘട്ടം വരെ കിട്ടുമോ, അല്ലെങ്കിൽ എത്ര വർഷം വരെ കിട്ടുമോ അന്ന് വരെ ബമ്പർ ടു ബമ്പർ തന്നെ എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. വേറൊന്നും കൊണ്ടല്ല. കാരണം നമുക്ക് വാഹനത്തിന് ഓട്ടം ഇല്ലെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വാഹനത്തിന് ഓട്ടം ഉള്ളതാണ് പക്ഷേ നമ്മളിതൊന്നും കാര്യമാക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചെടുക്കാതിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എപ്പോൾ വരും, എങ്ങനെ വരും എന്നുള്ളത്. അതിപ്പം ആക്സിഡൻറ്റ് മാത്രമായിരിക്കത്തില്ല, നാച്ചുറൽ കലാമിറ്റീസ് പോലെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ പോലും, നമ്മുടെ വീടിൻ്റെ അവിടെ വാഹനം പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, എന്തെങ്കിലും മരം വീണോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച് നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഒരു നാശനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ഇൻഷുറൻസ് ത്രൂ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതിപ്പം എന്തായിക്കോട്ടെ, ഇപ്പോൾ ഒരു മരം വീണു, ഗ്ലാസ് ചളങ്ങി, അല്ലെങ്കിൽ റൂഫിന് എന്തെങ്കിലും പ്രശ്നം വന്നു, എന്തെങ്കിലും വേറെ കുഴപ്പങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും നമുക്കിതെല്ലാം ഇൻഷുറൻസിൽ തന്നെ കവർ ചെയ്യാൻ സാധിക്കും. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. അന്നേരം ബമ്പർ ടു ബമ്പറും ഫുൾ കവറും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്തുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറേജ് ഫുൾ. അതായത് നമുക്ക് എന്തൊക്കെ വർക്കുകളാണ് വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു മരം നമ്മുടെ വാഹനത്തിൻ്റെ മുകളിലോട്ട് വീണമെന്ന് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോണറ്റ്, റൂഫ്, വിൻഷീൽഡ് ഗ്ലാസ്, ഹുഡ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് തന്നെ കവർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഡിഫക്ട്സ് എന്തൊക്കെയാണോ അതെല്ലാം അതിനകത്ത് തന്നെ കവർ ചെയ്യാം. നമുക്ക് ആകെപ്പാടെ കയ്യിൽ നിന്ന് ക്ലെയിം ഫീസായിട്ട് വരുന്ന 1000 രൂപ മാത്രമായിരിക്കും. ഇനി ആ ഇൻഷുറൻസ് പോളിസിക്കകത്ത് നമുക്ക് കൺസ്യൂമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കൺസ്യൂമേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സീലൻറ്റിൻ്റെയൊക്കെ പൈസ വരും. സീലൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ റേറ്റ് വരത്തില്ല, അതൊരു 10,000 രൂപ മാത്രമേ നമുക്ക് എക്സ്ട്രാ വരാനുള്ളൂ. ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞൊരു ക്ലെയിം തീർന്ന് കിട്ടും. അതേ സ്ഥാനത്ത് നമുക്കൊരു ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിലോ, നമ്മൾ ഏതൊക്കെ പാർട്സുകൾ മാറുന്നു. ഇപ്പോൾ വിൻഷീൽഡ് ഗ്ലാസ്സിന് ഏകദേശം 4000 രൂപ ഉണ്ടെങ്കിൽ 2000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ബോണറ്റ് അഥവാ ഹുഡിന് ഏകദേശം 7000 രൂപ ഉണ്ടെങ്കിൽ അതിൽ 3500 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതായത് മാറുന്ന പാർട്സിൻ്റെ കൃത്യം 50% നമ്മുടെ കയ്യിൽ നിന്ന്, അതായത് നമ്മൾ തന്നെ അടയ്ക്കേണ്ടി വരും. അതല്ലാതെ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഇത്രയും ശതമാനം, ചിലപ്പം 18% നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിൽ പോകും. അതേ സ്ഥാനത്ത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് വാഹനത്തിൻ്റെ ക്ലെയിമൊക്കെ തീർത്തിറക്കാൻ സാധിക്കും. അന്നേരം അടുത്ത് വരുന്നൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്: ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിന് റേറ്റ് കൂടുതലല്ലേ? അതെ, 100% ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് റേറ്റ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 2000-2500 രൂപ നമ്മുടെ നോർമൽ ഇൻഷുറൻസിനെ കഴിഞ്ഞും കൂടുതലുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു ബെനിഫിറ്റും നമ്മൾ എടുത്ത് പറയണം. എന്നാൽ ഈ ബെനിഫിറ്റ് വേണ്ട, ഞാൻ എനിക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മുടെ വാഹനത്തിന് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തോണം. തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കരുത് എന്ന് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്തോളും. കാരണം ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്ലെയിം റിലേറ്റഡ് ആയിട്ട് ഏത് കാര്യം വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് ക്ലെയിമിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാത്ത പക്ഷം പിന്നെ ഇതിൻ്റെ പുറകിലൊക്കെ നടക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതെല്ലാം കയ്യിൽ നിന്ന് കാശ് മുടക്കി ക്ലെയിം എല്ലാം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, എന്ന് വരെ നമ്മുടെ വാഹനത്തിന് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കിട്ടുന്നു അന്ന് വരെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.